ഏകകക്ഷി മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമെന്നത് എപ്പോഴും ജനാധിപത്യത്തിന് ഒരു ഭീഷണി തന്നെയാണ്. ജനാധിപത്യത്തിൽ നിന്ന് സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടത് കൃത്യമായ ഒരു പ്രതിപക്ഷമാണ്. ഇന്ത്യയിൽ BJPയേക്കാൾ വേരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഏത് മൂലയും പണ്ടെന്തെങ്കിലും കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ പാരമ്പര്യം. സത്യത്തിൽ ഒരാൾക്കൂട്ടമാണ് കോൺഗ്രസ്. പ്രത്യേകിച്ചൊരു ഐഡിയോളജിയുമില്ല. ഹിന്ദു മഹാസഭക്കാരും ഇസ്ലാമിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും തുടങ്ങി മണിശങ്കരയ്യരെ പോലെയുള്ള പ്രോ പാകിസ്ഥാനികൾക്ക് വരെ കോൺഗ്രസ്സുകാരനാവാം. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പ്രൊട്ടക്ഷനിസ്റ്റ് സോഷ്യലിസത്തിൽ നിന്ന് ലിബറൽ ഗ്ലോബലൈസേഷനിലേക്ക് വന്നു. ചേരിചേരാ നയത്തിൽ നിന്ന് മാറി സോവിയറ്റ് യൂണിയനുമായി ഡിഫൻസ് എഗ്രിമെന്റും പിന്നീട് അമേരിക്കയുമായി ആണവ കരാർ ഒപ്പിടാനും വരെ റെഡിയായി. പക്ഷേ ഒന്നൊഴിച്ച്, നെഹ്റുവിന്റെ കുടുംബാധിപത്യം. അതിനു ചുറ്റും ഉപഗ്രഹങ്ങളെ പോലെ ചില നേതാക്കൾ, ഹൈക്കമാൻഡ് എന്ന കിച്ചൺ ക്യാബിനറ്റ്, ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധമില്ലാതെ കെട്ടിയിറക്കപ്പെട്ട നേതാക്കളും ഹൈക്കമാൻഡ് തീരുമാനങ്ങളും. ഇതിനു മാത്രം 50 കൊല്ലമായി യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഇപ്പോഴും സ്ട്രക്ചറലായ ചില മാറ്റങ്ങൾ വരുത്തിയാൽ BJPയെ അഖിലേന്ത്യാ തലത്തിൽ വിറപ്പിക്കാൻ പാങ്ങുള്ള ഒരേയൊരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ് രാജ്യത്ത്. പ്രാദേശിക പാർട്ടികൾ അവരവരുടെ സംസ്ഥാന അതിർത്തി കടക്കുന്നതോടെ നിഷ്ഫലമാകുന്നു. പക്ഷേ അവിടെയും കോൺഗ്രസ് ഉണ്ടാകും. അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന വോക്ക് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിന്റെ നരേറ്റീവ് താങ്ങി നടക്കുന്തോറും കോൺഗ്രസ് BJPക്ക് വഴിവെട്ടിക്കൊടുക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്നൊരു മോചനമില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം. രാഹുൽ ഗാന്ധി ആദ്യം മനസ്സിലാക്കേണ്ടത് അയാൾ തന്നെ രാജ്യം ഭരിച്ചോളണമെന്നൊരു നിയമവും ഇവിടെയില്ല. കള്ളച്ചൂതിൽപ്പെട്ട് നിജരാജ്യം കൈവെടിഞ്ഞ് വനരാജ്യവാസിയായ നളനൊന്നുമല്ല അയാൾ. തനിക്ക് ചേരാത്ത കുപ്പായമിട്ട് കാണിച്ചു കൂട്ടിയ വിഡിത്തത്തിന് ജനം കൊടുത്ത മറുപടിയാണ് അയാളുടെ കുടുംബത്തിന്റെ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. 90കൾ മുതൽ ഇന്ത്യ ആത്യന്തികമായൊരു വലതുപക്ഷ സമൂഹമായിട്ടുണ്ട്. അതൊരുവിധം എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് ഈ അൾട്രാ റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് വോക്ക് പ്രോമോ ആക്ടിവിസവുമായി രാഹുൽ വരുന്നത്. ഇത്ര റാഡിക്കലായ രാഹുൽ ഗാന്ധിക്ക് മുൻപ് യുവരാജാവായ രാഗയായിരുന്നു. ഈ രാഗയ്ക്ക് ല്യൂട്ടൻസ് ഡൽഹിയിലെ ഓൾഡ് സ്കൂൾ എലീറ്റുകളുടെ ഇടയിൽ ഒരു സ്റ്റാർ ബോയ് ഇമേജ് ആയിരുന്നു. പക്ഷേ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ആകെ മാറുന്നു. താടി വയ്ക്കുന്നു. രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ ദില്ലിയിലേക്കെത്തി ഭരണം ഊരാളനായ രാഹുലിനെ ഏൽപ്പിക്കണമെന്ന ലെവലിൽ രാഹുൽ കടലാസുമായി വരുന്നു. ആരോപണം ഉന്നയിക്കുന്നു. കോടതിയിൽ പോവില്ല. കോടതി കോംപ്രമൈസ്ഡ് ആണെന്ന വാദമാണ്. മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെയും വിശ്വാസമില്ല. എങ്ങനെ BJP എൻ്റെ കയ്യിൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചു എന്ന് ജനം കാണട്ടെ, കണ്ടു മനസ്സിലാവട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ ഈ സ്റ്റഡി ക്ലാസ് തുടരുന്നു. ഇന്ത്യ ഇന്നുവരെ കാണാത്ത രീതിയിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി പൊളിറ്റിക്കൽ ആക്ടിവിസം നടത്തുന്നു. പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി വരുന്നതിനെ കൗണ്ടർ ചെയ്യാനോ ഡീബങ്ക് ചെയ്യാനോ നിൽക്കാതെ വീണ്ടും അജ്ഞാതവാസത്തിന് പോകുന്നു. ഇപ്പോൾ ഭുജിക്കാൻ അവസരമില്ലമേ, ക്ഷിപ്രമാരണ്യവാസത്തിന് പോകണമെന്ന കണക്ക് പെട്ടെന്ന് പബ്ലിക്കിൽ നിന്ന് രാഹുൽ മുങ്ങുന്നു. സ്വകാര്യത മാനിക്കുന്നു. പക്ഷേ പറഞ്ഞ കാര്യങ്ങളുടെ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇനി തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത പ്രസന്റേഷൻ തയ്യാറായിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ആരെങ്കിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഗമൈനി ഭരണം വന്നപ്പോൾ രാജ്യം പോയ പെഹ്ലാവി ഷാ പോലെ മോദി ഭരണം കൊണ്ട് രാജ്യാധികാരം പോയ രാജകുമാരനാണ് താനെന്ന ബോധമാണ് രാഹുലിൻ്റേത്. തനിക്ക് അവകാശപ്പെട്ട സിംഹാസനം കയ്യേറിയ മോദിക്കെതിരെ കൊളംബിയയിലും ഇക്വഡോറിലും നിക്കാരോഗയിലും പോയി ആഞ്ഞടിക്കുന്നു. ഇതിനു പുറമെ മോൻ ചത്തിട്ടായാലും മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന കണക്കിൽ ഇന്ത്യക്കിട്ട് കുത്തുന്നവരെ താങ്ങാൻ പോകുന്നു. യുദ്ധസമയത്ത് നമ്മൾ ഏകപക്ഷീയമായി ജയിച്ചു നിൽക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാന്റെ നരേറ്റീവ് ഏറ്റുപാടുന്നു. ആർമിയിലും ജാതിക്കാട് ഇറക്കി നോക്കുന്നു. മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡായി എന്തൊക്കെയോ കാണിക്കുന്നു. സംസ്ഥാനത്ത് ജയിച്ചാൽ ഇയാൾക്കാണ് ക്രെഡിറ്റ്. ഇയാൾ നയിച്ച ഇലക്ഷനിൽ പൊട്ടിയാൽ അക്കൗണ്ടബിലിറ്റിയോ റെസ്പോൺസിബിലിറ്റിയോ ഇല്ല. ഒക്കെ EVMന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയോ കുറ്റമാണ്. രാഹുലിന് ജയ് വിളിക്കാൻ അപ്പോഴും ആളുകൾ റെഡിയാണ്. ദ ക്രൗൺ പ്രിൻസ് ഈസ് ഇൻഎഫിഷ്യന്റ്, ഇൻകോമ്പിറ്റന്റ്, ഇറസ്പോൺസിബിൾ എന്ന് പറയാൻ കോൺഗ്രസിൽ നിലവിൽ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇയാളെയും കുടുംബത്തെയും പാർട്ടിയുടെ മുഖമായി കാണിക്കുന്നത് എന്ന് കോൺഗ്രസ് നിർത്തുന്നോ അന്നേ കോൺഗ്രസിന് നന്നാവാനാവൂ. അധികാരം നഷ്ടപ്പെട്ട രാജകുമാരൻ ഒരു കൈത്താങ്ങ് എന്ന പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിന്റെ സർവനാശത്തിൽ മാത്രമേ എത്തി നിൽക്കൂ. അതുവരെ BJP തന്നെ ഇന്ത്യ ഭരിക്കും. ഒരുപക്ഷെ കോൺഗ്രസ് നന്നായാൽ പോലും തുടർന്ന് ഭരിക്കാൻ പോകുന്നത് BJP തന്നെയായിരിക്കും.